everyone, Assalamu alaikum. Hope you all are doing great. And ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. ഫൈനലി 2.5 ഡേയ്സിന് ശേഷം നമ്മൾ ജമ്മുവിൽ എത്തിയിരിക്കുകയാണ്. ജമ്മു തവിയിലാണ് നമ്മൾ വന്നിറങ്ങിയത്. ഇവിടുന്ന് ഒരു 9 hours എടുത്തിട്ട് നമ്മൾ ശ്രീനഗറിലേക്ക് പോകും. വന്നതിന് ശേഷം നമ്മൾ നല്ല ചൂടുള്ള ചായയും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. നമ്മൾ പോവാൻ സെറ്റായിട്ട് നിൽക്കുക കേട്ടോ. സോ ഇനി കാശ്മീരിലുള്ള വീഡിയോസ് ആവും നിങ്ങൾക്ക് അടുത്തതായി കിട്ടുക. വെൽക്കം ബാക്ക് ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് തസ്ലിക്കാബ്സ് യൂട്യൂബ് ചാനൽ. ജമ്മുവിൽ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റിൽ ചെയ്യേണ്ട കാര്യം ഒരു സിം എടുക്കലാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലെ സിം പോസ്റ്റ് പെയ്ഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. ട്രെയിൻ ഇറങ്ങി റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പേര് ഇതുപോലെ സിമ്മായിട്ട് നിൽക്കുന്നുണ്ടാവും. നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് ആവശ്യത്തിനുള്ള സിം വാങ്ങാം. അല്ലാന്നുണ്ടെങ്കിൽ ഹോട്ടൽ റൂംസിലൊക്കെ നമുക്ക് വൈഫൈയും എല്ലാം ഫ്രീ ആയിരിക്കും. നമ്മൾ പുറത്ത് പോകുന്ന ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാട്ടോ ഈ സിം വാങ്ങുന്നത്. ഞങ്ങൾക്ക് ഏകദേശം ഒരു 450 രൂപയോളാണ് ഒരു സിമ്മിന് വന്ന ചാർജ് കേട്ടോ. അപ്പോൾ അങ്ങനെ സിം എടുക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ബസ്സിൻ്റെ അടുത്തേക്ക് നടക്കണം. ഞാൻ പറഞ്ഞല്ലോ ഇനി ഒരു 8 to 9 hours വരുന്ന ഒരു ബസ് യാത്രയാണ്. അത് ജമ്മുവിൽ നിന്ന് നമ്മൾ നേരെ ശ്രീനഗറിലേക്കാണ് കേട്ടോ പോകുന്നത്. ഈ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുന്ന യാത്ര തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ടെന്നാണ് നമ്മളെ കോർഡിനേറ്റേഴ്സ് പറഞ്ഞത്. കാരണം ഈ പോകുന്ന വഴികളെല്ലാം നല്ല ഭംഗിയുള്ള വഴികളാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ദിവസം എൻജോയ് ചെയ്യാനുള്ളത് തന്നെ ഈ യാത്രയിലുണ്ട്. പിന്നെ ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ വൈബ് ഒന്ന് ചേഞ്ച് ആയിട്ടോ. നമ്മൾ ബാക്ക് ടു കോളേജ് ഡേയ്സിലേക്കൊക്കെ പോയ പോലെ ഫുള്ള് ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു 8 hours പോയത് നമ്മൾ അറിഞ്ഞതേ ഇല്ല. ശരിക്കും ഈ പാട്ടും ഡാൻസൊക്കെ കാണുമ്പോൾ ഒരിക്കലും നമ്മൾ ഒരു 2 ദിവസത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ടയേർഡായിട്ട് വന്നവരാന്ന് പറയില്ല കേട്ടോ. ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ എനർജി ലെവൽ അത്രയും ഹൈ ആയിരുന്നു. പിന്നെ ജമ്മുവിലും അതുപോലെ തന്നെ കാശ്മീരിലൊക്കെ ഇന്ത്യൻ മിലിറ്ററി സോൾജേഴ്സിനെ കാണാൻ വേണ്ടി നമുക്ക് പറ്റും കേട്ടോ. ഞാനൊക്കെ ഫസ്റ്റ് ടൈമാണ് നേരിട്ട് ഒരു സോൾജറിനെ കാണുന്നതൊക്കെ. സോ ഇത്രയും അധികം സോൾജേഴ്സ് പോകുന്നതൊക്കെ കാണാൻ നല്ല രസമാട്ടോ. നമുക്ക് എല്ലായിടത്തും ഇവരെ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ അടുത്ത് പോയി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും അവർ സമ്മതിക്കില്ല കേട്ടോ. എന്നാലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എല്ലായിടത്തും ഇന്ത്യൻ സോൾജേഴ്സ് ഉണ്ടായിരിക്കും. അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണല്ലോ ജമ്മു കാശ്മീർ എന്നൊക്കെ പറയുന്നത്. क्वांटिटी कितना होगा? क्वांटिटी एक बंदे को 200 में पड़ेगा. एक रिश्ता आएगा, ग्रेवी आएगा उसके साथ. ग्रेवी और राइस अनलिमिटेड रहेगा. ग्रेवी और राइस अनलिमिटेड. हाँ, मगर राइस शेयर नहीं करना होगा. സോ പോകുന്ന വഴിയിൽ ഫുഡ് കഴിക്കാനായിട്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ സ്റ്റോപ്പ് ചെയ്തതാട്ടം. അപ്പോൾ ഇവിടുന്ന് കാശ്മീരി റൈസും അതുപോലെ തന്നെ ചിക്കൻ കറിയും പിന്നെ മട്ടൻ കോഫ്ത എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിഷും കൂടിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ മട്ടൺ കോഫ്ത എന്ന് പറയുന്നത് മട്ടൺ മീറ്റ് ബോൾസ് ഇട്ടിട്ടുള്ള ഒരു ഗ്രേവിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് മയക്കത്തിലേക്ക് പോയിട്ടോ. പിന്നെ നമ്മൾ ഈ കയറിയ റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത് ജമ്മുവിൻ്റെയും ശ്രീനഗറിൻ്റെയും ഇടയിൽ വരുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. പിന്നെ ഈ അടുത്തൊന്നും അധികം നല്ല റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ജമ്മു ടു ശ്രീനഗർ പോകുന്നുണ്ടെങ്കിൽ ഇടയിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ വരുന്നത്. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവിടുന്ന് സ്വീറ്റ്സും വാങ്ങിയിട്ടാണ് വന്നത്. പിന്നെ ഈ ജമ്മു ടു ശ്രീനഗർ കണക്ട് ചെയ്യുന്ന ഒരു വലിയ ടണലുണ്ട്. ചെനാനി നഷ്രി ടണൽ എന്നാട്ടോ ഇതിന്റെ പേര്. ഏകദേശം ഒരു 9 കിലോമീറ്റേഴ്സോളം നീളം വരുന്ന ടണലാണ്. ഈ ടണൽ കടന്ന് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ നമ്മൾ കാണുന്നത് സ്നോയുടെ ഒരു ലോകമാണ് കേട്ടോ. നമ്മൾ പോയത് ജാനുവരി ഫെബ്രുവരി മന്തിലായത് കാരണമാണ് നമുക്ക് ശ്രീനഗറിൽ സ്നോ കിട്ടിയത്. അല്ലാത്ത ടൈം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രീനഗറിൽ അധികം സ്നോ ഒന്നും കിട്ടില്ല. പിന്നെ സോൻമാർഗ്, ഗുൽമർഗ് അങ്ങനത്തെ പ്ലേസസിലാണ് നമുക്ക് സ്നോ ഇതുപോലെ കാണാൻ വേണ്ടി പറ്റാട്ടോ. നമ്മൾ കോർഡിനേറ്റർ ആയിട്ടുള്ള മരിയ പറയുന്നത് ഈ ഒരു നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു എമർജൻസി ലാൻഡിംഗ് റൺവേ ആണെന്നാണ്. അപ്പോൾ വാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ ആയിരിക്കും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വന്നിറങ്ങുന്നുണ്ടാവുക. സോ ഫൈനലി നമ്മൾ ശ്രീനഗറിലെത്തി. ഇവിടുന്ന് ഇനി കുറച്ച് ടൈമും കൂടിയുള്ള നമ്മുടെ ഹോട്ടൽ സ്റ്റേക്ക്. ഇവിടെ നമ്മൾ കുറച്ച് നേരം ഒരു ടീ ബ്രേക്കിനായിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, കുറച്ച് തണുപ്പൊക്കെ ഉണ്ട്. പക്ഷെ അത്ര അധികം തണുപ്പെന്ന് പറയാനില്ല. മേ ബി ശ്രീനഗർ ആയതുകൊണ്ടാവും കുറച്ചും കൂടിയും അങ്ങോട്ടൊക്കെ പോകുമ്പോൾ തണുപ്പ് കൂടി വരും. എന്നാലും നമ്മൾ ജാക്കറ്റ്സും ഫ്ലീസും ഒക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ ഇവിടെ അടിപൊളി നല്ല വ്യൂ ഉണ്ട് കേട്ടോ. എവിടെ നോക്കിയാലും നല്ല വ്യൂ ആണ്, പക്ഷെ ഇവിടെ നല്ല വ്യൂ ഉണ്ട്, ഒരു ലൈക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നല്ല കാശ്മീരി ചായ കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ കാശ്മീർ വ്ളോഗ്സ് നെക്സ്റ്റ് ഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഏത് ചായയാണ്? ഉപ്പിട്ട ചായ. കാശ്മീരി കാവ കുടിക്കുന്നുണ്ട് ആരെങ്കിലും? ഇത് പിന്നെ ഏതാ സ്ഥലം? കാശ്മീരിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ചായയാണ് കേട്ടോ കാശ്മീരി നമക് ടീ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നമക് ടീ നമ്മൾ ലഞ്ച് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്ന റെസ്റ്റോറൻറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഉപ്പിട്ട ചായ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്, പക്ഷെ നമ്മളത് അവിടുന്ന് ട്രൈ ചെയ്തില്ല. ഈ ശ്രീനഗറിൽ വന്നിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ആ ടീ ഉണ്ടായിരുന്നില്ല കേട്ടോ. പകരം നമുക്ക് വേറൊരു ജിഞ്ചർ ടീയാണ് കിട്ടിയത്. നമ്മൾ പ്രതീക്ഷിച്ചത്ര ഒരു ടേസ്റ്റ് ആ ചായക്ക് ഉണ്ടായിരുന്നില്ല. എന്നാലും നമുക്ക് ചൂടുള്ള എന്തെങ്കിലും കുടിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ത്രോട്ടൊക്കെ അത്യാവശ്യം നല്ല തണുപ്പിലിരുന്നിട്ട് പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ ഈ മാസ്ക് ഇട്ടിട്ടുള്ളതാണ് നമ്മളെ ടീം കോർഡിനേറ്റർ സന. ഈ സനയുടെ ഫേസ് ഇതുവരെ സനയുടെ കൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള ആരും കണ്ടിട്ടില്ല കേട്ടോ. സന ഫുൾ ടൈം മാസ്ക് ഇട്ടിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ സനയുടെ ഫേസ് റിവീൽ ചെയ്യാനുള്ള ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ 11 days നമ്മൾ കൂടെ ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾ ആരും സനയുടെ ഫേസ് കണ്ടില്ല കേട്ടോ പോകുന്നവരെ. ഒരു കമ്പി കഷ്ണം പിന്നെ ബാത്റൂം ഒരാൾക്ക് ആരെ പറഞ്ഞല്ലോ ഇപ്പൊ ലാസ്റ്റ് നിർത്തിയ ബാത്റൂം ഇഷ്ടം എന്താണ് വൃത്തിയില്ലാതെ. ഞങ്ങൾക്ക് കിട്ടിയത് ഒരു പരന്ന പ്രദേശം. അതില്ല ലൈറ്റ് ഇല്ല. ഒരാൾ പുറത്തുനിന്ന് ടോർച്ചിട്ട് ഫ്ലാഷ് ആയിട്ട് സഹായിക്കണം. എന്നിട്ട് ഡോറ് പിടിച്ചേർട്ടോ. പിന്നെ മേലത് വല്ല പാമ്പാ പിന്നെ താഴ് പോലെ. ട്രാവൽ വിത്ത് സന എന്ന ടീമിൻ്റെ ഫസ്റ്റത്തെ കാശ്മീർ ട്രിപ്പിൻ്റെ അനുഭവങ്ങളാട്ടോ ഫിർ നമുക്കിവിടെ പറഞ്ഞു തന്നത്. ഇത് ഫിർദൗസിൻ്റെ 2ാമത്തെ ട്രിപ്പാണ്. സോ അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. അവരുടെ ആദ്യത്തെ എക്സ്പീരിയൻസും അവർ പണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറേ സ്ട്രഗിൾസൊക്കെ, ഫസ്റ്റ് ടൈം കാശ്മീർ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് തീരുമ്പോഴേക്കും നമ്മൾ നമ്മളുടെ ഹോട്ടൽ റൂം എത്തിയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഹോട്ടൽ റൂം എടുക്കുന്ന ടൈമിൽ നമ്മളുടെ എല്ലാവരുടെയും ആധാർ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യണം. എല്ലാ ഡീറ്റെയിൽസും അവരങ്ങനെ ആട്ടോ എടുക്കുന്നത്. ഇതാണ് നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്തിരുന്ന ഒരു ഹോട്ടൽ റൂം വരുന്നത്. ഒരു റൂമിൽ 3 പേര് വെച്ച് ഷെയർ ചെയ്തിട്ടാട്ടോ നമ്മൾ നിന്നിരുന്നത്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമായിരുന്നു. ഫുള്ളി ഹീറ്റഡ് ആയിട്ടുള്ള റൂംസാണ്. അതുപോലെ തന്നെ ഹോട്ട് വാട്ടറും നമുക്ക് ബാത്റൂംസിൽ കിട്ടും. അത് കാരണം തന്നെ നമുക്ക് ഹോട്ടൽ റൂംസിൻ്റെ ഉള്ളിലായാലും ഒന്നും നമുക്ക് അധികം തണുപ്പ് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ കാശ്മീരിൽ അത്യാവശ്യം ഡെവലപ്ഡ് ആയിട്ടുണ്ട്. ഒരുപാട് ടൂറിസ്റ്റ് കാര്യങ്ങൾ വന്നിട്ടും ഇവർ പറഞ്ഞ പോലെ അവർ ഫസ്റ്റ് ടൈം വരുമ്പോഴുള്ള കാശ്മീർ അല്ല ഇപ്പം കാണുന്നത്. അതുപോലെ തന്നെ ഫെസിലിറ്റീസ് ആയാലും ടോയ്ലറ്റ്സ് ആയാലും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ ടൈമിനേക്കാളും അത്യാവശ്യം നല്ല ഡെവലപ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹോട്ടൽ റൂമിൽ നമുക്ക് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിരുന്നു. നല്ല ഡിന്നറായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. കാശ്മീരി ഫുഡ് അത്യാവശ്യം നല്ല ടേസ്റ്റി തന്നെയാണ് കേട്ടോ. അവരുടെ റൈസ് ആയാലും അതുപോലെ തന്നെ റൊട്ടി, ബട്ടർ ചിക്കൻ ഒക്കെ നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെയായിരുന്നു. ഏകദേശം 3 ദിവസത്തെ യാത്ര ആയതുകൊണ്ട് തന്നെ എനിക്ക് ചെറുതായിട്ട് മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് ടാബ്ലറ്റ് എടുത്തതിന് ശേഷമാണ് പിന്നെ ഫുഡ് കഴിച്ചത്. സോ നമ്മുടെ കാശ്മീർ എത്തിയിട്ടുള്ള ഫസ്റ്റ് ഡേ ആണിത്. ഇന്ന് നമ്മൾ പോകുന്നത് സോൺമർഗിക്കാണ്. ഇവിടുന്ന് ഇപ്പോൾ ഒരു 7:30ക്കാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പോകുന്നത്. ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ സോൺമർഗിക്ക് പോകും. ഏകദേശം ഒരു 2 hours ജേണി ആട്ടോ സോൺമർഗിക്ക് ഉള്ളത്. നമ്മളിപ്പോൾ ഇതാ ഫുൾ ലെയേഴ്സൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. കാരണം അവിടെ നല്ല തണുപ്പുണ്ടാവുന്ന പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാ ലെയേഴ്സും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലെയേഴ്സ് ഇടുമ്പോൾ ഫസ്റ്റ് തെർമൽസ്, പിന്നെ ഫ്ലീസ്, അതിന് മേലായിട്ട് നല്ലൊരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ നെക്ക് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡും ഇയേഴ്സും ഒക്കെ നല്ലോണം കവർ ചെയ്യണം. കാരണം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബോഡി ക്ലൈമറ്റിനായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അത് കാരണം നല്ലോണം കവർ ചെയ്തിട്ട് തന്നെ കേട്ടോ നമ്മൾ ഇറങ്ങുന്നത്. ഗ്ലൗസും യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോണ കാരണം ഗ്ലൗസ് ഇട്ടിട്ടില്ല. നല്ലൊരു ഗ്ലൗസും യൂസ് ചെയ്തിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ തെർമൽ സോക്സ്, ഷൂസ് എല്ലാം സെറ്റാണ് കേട്ടോ. സോ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം.
കറക്റ്റ് ടൈമിങ്ങിന് തന്നെ നമ്മൾ എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങി കേട്ടോ. ഈ ഒരു ടീമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല പങ്ക്ച്വലായിരുന്നു. അത് സന പറയുകയും ചെയ്തു കേട്ടോ. ഞങ്ങൾ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു എല്ലാവരും. അത് കാരണം തന്നെ സന പറഞ്ഞ അതേ ടൈമിൽ തന്നെ നമ്മളെല്ലാവരും ഇറങ്ങിയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ബൊഫെ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നത്. നല്ല പോഹയും അതുപോലെ തന്നെ കാശ്മീരി ആപ്പിളും ഓട്സും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത്. പിന്നെ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടവർക്ക് ചോള ഭട്ടൂര, ബാജിക്കറി അങ്ങനത്തെ ഐറ്റംസും ഈ ഒരു മെനുവിലുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ആപ്പിൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല മധുരമുണ്ട്. ഈ ആപ്പിളൊന്നും നമ്മളെ നാട്ടിലേക്ക് എത്തലില്ലെന്ന് തോന്നുന്നു. ഇതൊക്കെ എക്സ്പോർട്ട് ചെയ്ത് പോകുന്നതാണ് കേട്ടോ അവർ പറഞ്ഞത്. പിന്നെ നമ്മളെല്ലാവരും കൂടി ഫുൾ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് അങ്ങനെ ഇറങ്ങിയത്. ഈ ഒരു ഷോട്ട് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ടോ. നമ്മളെല്ലാവരും കൂടി കിട്ടിയ ഒരു ഫ്രെയിമായിരുന്നു ഇത്. ഫസ്റ്റ് എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ ഇറങ്ങുന്ന ഒരു സീനാണ്. നല്ല രസമായിരുന്നു കേട്ടോ. ആ ഒരു ടൈം നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യം കേട്ടോ. കാരണം നേരിട്ട് നമ്മൾ സ്നോ കാണാൻ വേണ്ടി പോവുകയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഈ സോൻമർഗ് എന്ന് പറയുന്നത് തന്നെ. ലൈക്ക് സോന എന്തിന്റെ അർത്ഥം എന്താ? മർഗ് വഴി പാത്ത്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവിടെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മഞ്ഞായിരിക്കും. ആ മഞ്ഞില് സൺറൈസ് അടിച്ചിട്ട് ഒരു ഗോൾഡ് ഫീല് വരുന്ന ഒരിത്, ഗോൾഡിന്റെ വാലി പോലെ കിടക്കുന്നുള്ളൊരു ഇതിലാണ് അങ്ങനൊരു നെയിം കിടക്കുന്നത്. സോ എല്ലാവരുടെ മുഖത്തും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ. അങ്ങനെ ഇതാ നമ്മൾ നേരെ പോകുന്നത് സോൻമർഗിലേക്കാണ്. ഫസ്റ്റ് ഡേ നമ്മളെ ഡെസ്റ്റിനേഷൻ സോൻമർഗാണ് വരുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 2 മണിക്കൂറിൻ്റെ ഡിസ്റ്റൻസ് ആട്ടോ സോൻമർഗിലേക്ക് ഇവർ പറഞ്ഞത്. അപ്പോൾ പോകുന്ന വഴിയിലെല്ലാം സ്നോസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. 2 സൈഡിലും സ്നോ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാട്ടോ. സോൻമർഗ് പോകുന്ന വഴി നമ്മൾ ടീ ബ്രേക്ക് എടുത്തതാണ്. അതുപോലെ തന്നെ വാഷ്റൂം പോണ്ടവർക്ക് കയറാൻ വേണ്ടിയിട്ടും കുറച്ച് നമ്മൾ ബ്രേക്ക് എടുത്തു. ഇവിടെ ഒരു 5 മിനിറ്റ്സ് നമ്മൾ നിർത്തിയിടും. അപ്പോൾ ഇതാ സ്നോ മൗണ്ടെയ്ൻസ് ആണ് കേട്ടോ എൻ്റെ ബാക്കിൽ കാണുന്നത്. കുറച്ച് ടൈം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കുമുള്ള റിയൽ സ്നോ ഫീൽ ചെയ്യാൻ വേണ്ടി എത്തുന്നതായിരിക്കും. നമ്മൾ ഈ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള പ്ലേസിൽ നിന്ന് അടിപൊളിയായിട്ട് സ്നോ മൗണ്ടെയ്ൻസ് കാണാൻ പറ്റിയിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ എല്ലാവരും അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് ഇഷ്ടം പോലെ ടൈം ഇവർ തരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടീമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അതേ വൈബുള്ള ആൾക്കാർ തന്നെയാണല്ലോ. അപ്പോൾ നമ്മളുടെ ആ ഫോട്ടോസ് എടുക്കണതിൻ്റെ ഒരു ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇവർക്ക് നല്ലോണം അറിയാം. അപ്പോൾ നമുക്ക് ഫോട്ടോസ് എടുക്കാനും കാര്യത്തിനൊക്കെ ഇവർ നല്ലോണം ടൈം തരുന്നുണ്ട്. നമ്മളിങ്ങനെ റഷ് ആക്കുന്നില്ല കേട്ടോ. ടൈം കഴിഞ്ഞു വായോ കയറി അങ്ങനത്തെ ഒന്നും റഷായിട്ട് നമ്മളെ ഒന്നും ചെയ്യാൻ നിർബന്ധിക്കുന്നില്ല. നമുക്ക് അത്യാവശ്യം നല്ല ടൈമും കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും ഇവർ തന്നിരുന്നു. പിന്നെ ഈ സോൻമർഗിലേക്ക് പോകുന്ന വഴിയും ഒരു വലിയ ടണൽ പാസ് ചെയ്തിട്ട് തന്നെ കേട്ടോ നമ്മൾ പോകുന്നത്. സോ ആ ടണൽ പാസ് ചെയ്ത് നേരെ ആ മഞ്ഞുണ്ട് കാണുമ്പോൾ ഉണ്ടല്ലോ ഫീൽ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഞാൻ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ഫീല് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ കണ്ടറിയ തന്നെ വേണം. ഒരുപാട് നാളത്തെ നമ്മൾ ആഗ്രഹം നടന്നതിൻ്റെ ഒരു ഹാപ്പിനെസ് ആയിരുന്നു നമുക്ക് എല്ലാവർക്കും ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നത്. അതേപോലെ ഈക്വലി ഹാപ്പി ആയിരുന്നു കേട്ടോ നമ്മളെ ടീം കോർഡിനേറ്റേഴ്സും. ഒരുപാട് പേരുടെ സന്തോഷം അവർക്ക് നേരിട്ട് കാണാൻ പറ്റിയതിലും അത് ഭംഗിയായിട്ട് ചെയ്തു തരാൻ പറ്റിയതിലുള്ള ഹാപ്പിനെസ് അവർക്കും ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം സ്നോ കണ്ടതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഞാൻ ഗ്ലാസ് ഊരുന്നില്ല കാരണം എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വന്ന് കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, വെറുതെ നിൽക്കുമ്പോൾ എൻ്റെ ഭയങ്കര സന്തോഷമാണ്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് ഇതൊരു വേറെ ഒരു ലെവൽ ഫീലാണ് കേട്ടോ. കുറച്ച് മടുക്കായിരിക്കും, പക്ഷെ ഇപ്പൊ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. സോൻമർഗ് ശരിക്കും ഒരു സ്വർഗ്ഗമാണ്. നമ്മളുടെ ഇതൊരു 40 ലേഡീസ് ഉള്ളൊരു ട്രിപ്പാണ് കേട്ടോ. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. എല്ലാവരും ഒരേ വൈബാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും ഒരേ മനസ്സാണ്. എല്ലാവരും യാത്ര ഇഷ്ടപ്പെടുന്നവരാണ്. എല്ലാവരും ആദ്യമായിട്ട് കാശ്മീർ വരുന്നവരാണ്. അടിപൊളിയാണ് സംഭവം. മഞ്ഞ് നമ്മളിപ്പോൾ ഇവിടെ ജാക്കറ്റ്സും ബൂട്ട്സും ഒക്കെ റെന്റിന് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ പൈസക്ക് തന്നെ ജാക്കറ്റ്സും ബൂട്ട്സും ഒക്കെ കിട്ടും. ബൂട്ട്സിന് 100 റുപ്പീസാണ് തോന്നുന്നു.
ജാക്കറ്റ്സ് നമ്മളിപ്പോൾ എടുക്കുന്നില്ല. ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് തണുപ്പ് ഓവറാന്ന് തോന്നുകയാണെങ്കിൽ ജാക്കറ്റ്സ് നമുക്ക് റെൻറ്റിന് എടുക്കാം. ബൂട്ട്സ് മാത്രമാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. അതാണ് കാണുന്നത്, ബൂട്ട്സൊക്കെ റെൻറ്റിന് എടുക്കുന്ന പ്ലേസ് ആയിട്ടാണ് കാണുന്നത്. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. സോൻമാർഗിൽ വന്നിട്ട് ഹൈ ഓൾട്ടിറ്റ്യൂഡ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ സ്നോ ബൈക്കിൽ പോവാം, അല്ലെങ്കിൽ ഹോഴ്സ് റൈഡ്, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നടന്നു പോകേണ്ടതാട്ടോ. പക്ഷേ ഈ ഒരു വിൻ്റർ സീസണിൽ നടന്നു പോകൽ കുറച്ച് റിസ്ക് ആണ്. അപ്പം നമ്മൾ സ്നോ ബൈക്ക് എടുക്കുന്നവരായിട്ടുള്ള ബാർഗെയിനിങ് ആട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. ആദ്യത്തിലൊക്കെ ഇവർ നല്ല ഹൈ റേറ്റ് ആട്ടോ പറയുക. പിന്നെ ബാർഗെയിൻ ചെയ്തിട്ട് നമുക്ക് പെർ പേഴ്സൺ 600 റുപ്പീസാണ് സ്നോ ബൈക്കിന് ഇവർ പേയ്മെൻറ്റ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒരു ടോക്കൺ തരും കേട്ടോ. ആ ടോക്കൺ വെച്ചിട്ടാണ് നമ്മൾ 1 by 1 ആയിട്ട് സ്നോ ബൈക്കിൽ പോവുക. അപ്പൊ പോയിട്ട് വരാം. ബൈ ബൈ. എല്ലാരും ബ്ലോഗറായി. സ്നോ ബൈക്ക് കയറാൻ നിൽക്കുകയായിരുന്നു. ഈ ടൈമിൽ നല്ല സ്നോഫോൾ ഉണ്ട് അവിടെ. ഫസ്റ്റ് ടൈം നമുക്ക് സ്നോഫോളും കിട്ടി. കാശ്മീരിൽ വന്നിട്ട് ഫസ്റ്റ് ഡേ തന്നെ സ്നോഫോൾ കിട്ടുന്നത് അത്രയും ലക്കിയാണെന്ന് പറയട്ടെ നമുക്ക്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതുപോലെ വിൻ്റർ സീസണിൽ വന്നിട്ട് പോലും സ്നോഫോൾ കിട്ടാതെ പോയവർ ഒരുപാട് പേരുണ്ട്. അത് നമ്മളെ ടീമിലെ ആൾക്കാർ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഈവൻ അവർ പോലും സ്നോഫോൾ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ നമ്മൾ മുകളിലേക്ക് എത്തിട്ടോ. ഇവിടെ ഒരു രക്ഷയില്ല വ്യൂ. പക്ഷെ നല്ല സ്നോ ഉണ്ട്, സ്നോഫോൾ ഉണ്ട്. ചെറുതായിട്ട് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല കാവ, അതുപോലെ തന്നെ മാഗി ഐറ്റംസ് ഒക്കെ കിട്ടും. സോ നമ്മളൊരു മാഗി ഓൾറെഡി ഓർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കണ്ടില്ല, ഇങ്ങനെ ചൂട് പിടിക്കാനായിട്ട് ചെറുതായിട്ടൊരു ഫയർ പ്ലേസ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല തണവുണ്ട്, കൈയൊക്കെ മരവിച്ച്. സ്നോ ബൈക്ക് എടുക്കുന്നവർ നല്ലൊരു അഡ്വഞ്ചറസ് ആട്ടോ സംഭവം. നമുക്കിവിടെ എത്തുന്നത് അറിയില്ല പേടിച്ചിട്ട്. അത്ര സ്പീഡിലാണ് അവർ സ്നോ ബൈക്ക് ആയിട്ട് വരിക. സംഭവം രസമുള്ള ഒരു പരിപാടിയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്ക് വന്നപ്പോൾ നമുക്ക് തണവ് സഹിക്കാൻ പറ്റാതെ ആയിരുന്നു കേട്ടോ. കാരണം നമ്മളെ കൈയും കാലൊക്കെ മരവിച്ചു. അപ്പോൾ നല്ല ചൂടുള്ള എന്തെങ്കിലും നമ്മൾ കഴിച്ചാൽ തന്നെയാണ് അവിടെ ആ തണുപ്പത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതിന് ഏറ്റവും ബെസ്റ്റ് ഇവിടെ മാഗിയും അതുപോലെ തന്നെ ഇവരുടെ കാവ്യാണ്. മാഗി നമ്മളെല്ലാവരും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണെന്നറിയില്ല, മാഗിക്ക് ഭയങ്കര ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ട്. അത് ഇവരുണ്ടാക്കുന്ന സ്റ്റൈലും കാര്യങ്ങളും, പിന്നെ നമ്മൾ ആ തണുപ്പത്ത് കഴിക്കുമ്പോൾ നല്ല ചൂടുള്ള എന്തെങ്കിലും കഴിക്കുമ്പോൾ നമ്മളെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം ആയിരിക്കട്ടെ നമുക്ക് ഇത്രയും ടേസ്റ്റ് ഇതിന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇവരിതിന് നല്ല പ്രൈസും വാങ്ങുന്നുണ്ട് കേട്ടോ. ഓൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും മാഗിയുടെ പ്രൈസ് നല്ല കൂടുന്നുണ്ട്. ഒരു ബൗൾ മാഗിക്ക് ഏകദേശം 50 to 60 റുപ്പീസ് വരെ ഇവർ നമ്മളിൽ നിന്ന് വാങ്ങും കേട്ടോ. പക്ഷെ അത് വെർത്തിയാണ്, മസ്റ്റ് നീഡഡ് ആണെന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് കേട്ടോ ആ ഒരു ടൈമിൽ ആ മാഗി കഴിക്കുക എന്നുള്ളത്. പിന്നെ സ്ഥിരം കലാപരിപാടികൾ തന്നെ, വീഡിയോ എടുക്കുക, ഫോട്ടോസ് എടുക്കുക തന്നെ. പക്ഷെ നമ്മൾ എത്ര വീഡിയോസ് എടുക്കണമെന്നോ എത്ര ഫോട്ടോസ് എടുക്കണമെന്നോ വിചാരിച്ചിട്ടുണ്ടോ അതിൻ്റെ ഒരു 50% മാത്രമാണ് ഈ ഒരു സ്നോയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ ഈ വീഡിയോസിൽ കാണുന്ന പോലെ, അതുപോലെ തന്നെ ഫോട്ടോസിൽ കാണുന്ന പോലെ അത്ര എനർജറ്റിക് ആയിട്ട് നമുക്ക് നടക്കാനോ അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും പറ്റില്ല കേട്ടോ. പിന്നെ ഈ ഒരു സ്നോ എന്ന് പറയുന്നത് ഭയങ്കര സ്ലിപ്പറിയാണ്. ഈവൻ നമ്മൾ ബൂട്ട്സ് ഇട്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് തവണ നമ്മൾ വീഴൂട്ടോ. അങ്ങനെ ഒരുപാട് തവണ ഞാനും തെന്നി വീണിട്ടുണ്ടായിരുന്നു. മഞ്ഞൊന്ന് ടെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഇടയ്ക്ക് വീഴേണ്ടതാണ്, അറിയാണ്ടല്ലോ, അറിഞ്ഞോണ്ട് വീണതാ. സോ നമ്മളെ ടീം ഒരു റീൽ ഷൂട്ടിങ്ങിന് വേണ്ടി പോവാണ് കേട്ടോ. അത്യാവശ്യം ഹൈറ്റിലേക്കാണ് ഇവർ പോകുന്നത്. സ്നോയിലോട്ടുള്ള പരിപാടികളൊക്കെ നല്ല സ്ട്രഗിളിങ് ആയിരുന്നുണ്ടെങ്കിലും നമ്മളിവിടെ മാക്സിമം മുതലാക്കിയിരുന്നു കേട്ടോ. ഏകദേശം ഒരു 2-3 മണിക്കൂറിനടുക്ക നമ്മൾ ഈ ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തേക്കും നമ്മൾ ഓടി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളും ഒരു രക്ഷയില്ല കേട്ടോ, അത്രയും ബ്യൂട്ടിഫുള്ളാണ്. വൈകുന്നേരം ഒരു 4 മണി 5 മണി ആകുമ്പോഴേക്കും സ്നോ കൂടി വന്നു. അതുപോലെ തന്നെ നമ്മളെ ബോഡിയും വീക്കായിക്കൊണ്ടിരിക്കും. സോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, എന്നാലും നമ്മളെ ബോഡിക്ക് ആ ഒരു ടെമ്പറേച്ചറിൽ അധികം നേരം നിൽക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ വൈകുന്നേരം 5 മണി ആകുമ്പോഴേക്കും നമ്മളോട് താഴേക്ക് വരാൻ വേണ്ടി പറഞ്ഞിരുന്നു.
അങ്ങനെ ഫൈനൽ ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ കാശ്മീർ ട്രിപ്പിൻ്റെ ഒരു ഫസ്റ്റ് ഡേ വരുന്നത്. ഇൻഷാല്ലാ ഇതിൻ്റെ അടുത്ത പാർട്സ് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അൻറ്റിൽ ദാൻ ടേക്ക് കെയർ, ബൈ ബൈ.